നമസ്കാരം. കേരളത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥരെ നിയമിക്കുവാൻ വേണ്ടിയിട്ട് സ്ഥാപിതമായ ഭരണഘടനാ സ്ഥാപനമാണ് പബ്ലിക് സർവീസ് കമ്മീഷൻ. എന്നാൽ ഈ PSC നിന്ന് പുറത്തേക്ക് വരുന്നത് അഴിമതിയുടെ നാണം കെട്ട കഥകളാണ്. PSCയിൽ ഇത്തരത്തിലുള്ള അഴിമതി നടന്നു എന്നത് പോട്ടെ, അതിനെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് PSC തന്നെ നിയമിച്ച ഒരു ഇൻറ്റേർണൽ കമ്മീഷനുണ്ട്, ഇൻറ്റേർണൽ വിജിലൻസ് ഉണ്ട്. ഈ ഇൻറ്റേർണൽ വിജിലൻസിനെ അവിടുത്തെ SP ആണ്, അതായത് PSCക്ക് വേണ്ടിയിട്ട് നിയോഗിച്ച SP തന്നെയാണ് അന്വേഷിക്കേണ്ടത്. എന്നാൽ അതിനെ വരെ അട്ടിമറിക്കുകയാണ് PSC ചെയർമാൻ ചെയ്തത്. അതിനുശേഷം അദ്ദേഹം ചെയ്തത് എന്താണെന്നോ, കൺട്രോളർ ഓഫ് എക്സാമിനേഷനെ ഇതിൻ്റെ അന്വേഷണ ചുമതല ഏൽപ്പിച്ചു. കൺട്രോളർ ഓഫ് എക്സാമിനേഷനെ ഇതിൻ്റെ അന്വേഷണ ചുമതല ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഈ അന്വേഷണത്തിനെ കൃത്യമായ രീതിയിൽ അട്ടിമറിക്കുവാൻ കഴിയും എന്ന ചെയർമാന് നന്നായിട്ടറിയാം. അതിനു വേണ്ടിയിട്ടായിരുന്നു അദ്ദേഹം ഇത്തരത്തിൽ ഒരു കാര്യം ചെയ്തത്. PSC അംഗങ്ങൾ തന്നെ അദ്ദേഹത്തെ ഇക്കാര്യത്തിൽ വിമർശിച്ചു. പക്ഷേ വിമർശിച്ചിട്ട് എന്ത് കാര്യം? കഴിഞ്ഞ 10 വർഷക്കാലയളവിൽ PSCയുടെ വിവിധ ചെയർമാന്മാർ ഈ രീതിയിൽ വലിയ അഴിമതികളാണ് നടത്തി വന്നത്. വലിയ രീതിയിലുള്ള അഴിമതികൾ. എന്തിനു വേണ്ടിയിട്ടായിരിക്കാം ഈ അഴിമതി ചെയ്തത്? അല്ലെങ്കിൽ ആർക്കു വേണ്ടിയിട്ടായിരിക്കാം? ഇടതുപക്ഷത്തിന് വേണ്ടി തന്നെ ആയിരിക്കണം. CPMൻ്റെ പല അംഗങ്ങളുടെയും ബന്ധുക്കളും അതോടൊപ്പം തന്നെ അവരുടെ ഭാര്യമാരുമൊക്കെ കേസിലടക്കം എത്തിപ്പെട്ടത് ഇങ്ങനെ തന്നെയാണ് എന്നതാണ് പ്രധാനമായും ഉയർന്നു കേൾക്കുന്ന ആരോപണം. ഷിജു ഖാൻ എന്ന് പറയുന്ന CPM നേതാവിൻ്റെ ഭാര്യയും ഈ രീതിയിലാണ് കേസിലേക്ക് എത്തിപ്പെട്ടത്. അന്നേ തന്നെ വലിയ ആരോപണങ്ങൾ ഉയർന്നിരുന്നു. ഇനി PRDയുടെ അസിസ്റ്റൻറ്റ് ഇൻഫർമേഷൻ കമ്മീഷണർ എന്ന ഓഫീസറിൻ്റെ ചുമതലയിലേക്ക് വലിയ രീതിയിലുള്ള ക്രമക്കേടുകളാണ് CPM നടത്തിയത്. അതായത് ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥർക്ക് വേണ്ട ഏറ്റവും മിനിമം ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 2 വർഷം അംഗീകൃതമായ മാധ്യമ സ്ഥാപനത്തിൽ ഉള്ള ഒരു പ്രവൃത്തി പരിചയമാണ്. എന്നാൽ ഇത് മറികടക്കാനായിട്ട് ഇടതുപക്ഷം ചെയ്തതാകട്ടെ, ഇതേ PRDയിൽ തന്നെ താൽക്കാലിക ഉദ്യോഗസ്ഥരായി നിയമിക്കുകയും അതിനെ പ്രവൃത്തി പരിചയമായി കണക്കാക്കിയതിന് ശേഷം അവിടെ ഒരു താൽക്കാലികം എന്ന അവസ്ഥയിൽ നിന്ന് ഒരു മുഴുവൻ സമയ ജീവനക്കാർ എന്ന രീതിയിലേക്ക് അവരെ നിയമിക്കും. ഈ രീതിയിൽ പല ഉദ്യോഗങ്ങളെയും പല രീതിയിലുള്ള മാനിപ്പുലേഷൻസിന് വിധേയമാക്കി അവരവരുടേതായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുകയായിരുന്നു കഴിഞ്ഞ 10 വർഷം. കേരള പോലീസ് ആയിരുന്നു ഡീമോറലൈസ് ചെയ്യപ്പെട്ടത് എന്നതായിരുന്നു ആദ്യത്തെ ഒരു സംശയം. എന്നാൽ കേരള പോലീസ് മാത്രമല്ല, ഉദ്യോഗസ്ഥ നിയമനങ്ങളിലും വ്യാപകമായ അഴിമതി തന്നെയാണ് കഴിഞ്ഞ 10 വർഷവും ഇടതുപക്ഷം കാണിച്ചു കൂട്ടിയത്. അതായത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് ജനങ്ങളെ കഴുത്ത് ഞെരിച്ചുകൊണ്ടുള്ള ഭരണം. ഉദ്യോഗാർത്ഥികളെ ആയിക്കോട്ടെ, കേരളത്തിലെ ജനതയെ ആയിക്കോട്ടെ, ഈ രീതിയിലായിരുന്നു CPM കഴിഞ്ഞ 10 വർഷവും കബളിപ്പിച്ചത്. ഇങ്ങനെ കബളിപ്പിച്ചതിന് ശേഷം നിയമിക്കുന്ന ഉദ്യോഗസ്ഥന്മാരിൽ നിന്ന് എന്ത് ന്യായമാണ്, എന്ത് നീതിയാണ് ജനങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്? ഓരോ ഫയലിലും ഓരോ ജീവിതം ഉറങ്ങുന്നു എന്നാണ് പിണറായി വിജയൻ പറഞ്ഞത്. എന്നാൽ ഇത്തരത്തിൽ അല്ല യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. ഓരോ ഫയലിലും ഓരോ ജീവൻ കിടന്നുറങ്ങുന്നുണ്ടെങ്കിൽ ആ ഉറങ്ങുന്ന ജീവനുകളെ അങ്ങനെ തന്നെ കുഴിച്ചു മൂടുന്ന ശൈലിയിലുള്ള പ്രവർത്തനം തന്നെയാണ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെയും ഇടതുപക്ഷം കാണിച്ചു കൂട്ടിയത്. ജനങ്ങളോട് ഒരു തരത്തിലുള്ള പ്രതിബദ്ധതയോ ഒരു തരത്തിലുള്ള വികാരമോ ഇല്ലാത്ത തരത്തിൽ അവർക്ക് വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു ഭരണം നടത്തുകയായിരുന്നു. ഒരുപക്ഷെ ഇനിയൊരു 5 വർഷവും കൂടി ഇടതുപക്ഷത്തിന് കിട്ടിയിരുന്നുവെങ്കിൽ കേരളത്തെ പൂർണ്ണമായും ചിലപ്പോൾ അവർ എഴുതി വിറ്റേനെ. ആ രീതിയിലാണ് ഈ കാര്യങ്ങളൊക്കെയും പോകുന്നത്. KS ആയിക്കോട്ടെ, അതിന് താഴെയുള്ള ഉദ്യോഗങ്ങളായിക്കോട്ടെ, ഓരോ ഉദ്യോഗങ്ങളിലും ഇൻ്റർവ്യൂകളിലടക്കം അവർ കാണിച്ച ക്രമക്കേടുകൾ പുറത്തു വരുന്നു. ഇതിനെതിരെ ശക്തമായ രീതിയിലുള്ള അന്വേഷണം തന്നെയാണ് ഇപ്പോൾ ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. കൃത്യമായും ഈ അന്വേഷണം നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ കാരണഭൂതൻ്റെ കൂടെയുള്ളവരോ കാരണഭൂതനോ തന്നെ വീണ്ടും അഴിമതി കേസുകളിൽ കേരളത്തിൻ്റെ മുന്നിൽ നഗ്നമായി നിൽക്കേണ്ടി വരും. അത്തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. ഇനി OMR മെഷീനിലിട്ടായിരുന്നു സാധാരണഗതിയിൽ PSCയുടെ ഉത്തരക്കടലാസുകൾ വാല്യൂ ചെയ്യുന്നത്. എന്നാൽ ഈ OMR മെഷീൻ പ്രവർത്തനരഹിതമാണ്, അല്ലെങ്കിൽ അതിൽ എററാണ് എന്നൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കൈകൊണ്ട് ചിലപ്പോഴൊക്കെ ഇത് വാല്യൂ ചെയ്തിരുന്നു. അങ്ങനെ നിരവധി ഉദ്യോഗാർത്ഥികൾ CPMകാരായിട്ടുള്ള പല ഉദ്യോഗാർത്ഥികളും ഇതിലേക്ക് കടന്നുകൂടിയിട്ടുണ്ട്. ചില ആൾക്കാർ CPMൻ്റെ സംഘടനാ പ്രവർത്തകരായിട്ടുണ്ട്. അവരെയും ഇങ്ങനെ തിരികെ കയറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ അവരുടെ ഭാര്യമാരെ തിരികെ കയറ്റിയിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് പബ്ലിക് സർവീസ് കമ്മീഷനെ അവർ ഉപയോഗിച്ചത്? നോക്കുകുത്തിയാണോ കേരളത്തിലെ പബ്ലിക് സർവീസ് കമ്മീഷൻ?